ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്ക് തയ്യാറാക്കുന്നതിൽ അടിയന്തര യോഗം വിളിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. വരവ് ചെലവ് കണക്ക് സമർപ്പിക്കാത്തതിൽ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് ഇനിയും ദേവസ്വം ബോർഡ് പണം നൽകാൻ ഉണ്ട്. RP സനൂപാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സനൂപ്, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ദേവസ്വം ബോർഡാണോ സർക്കാരാണോ എന്ന കാര്യത്തിൽ തന്നെ തർക്കം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഹൈക്കോടതി ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അടിയന്തരമായി തന്നെ ഇക്കാര്യം പരിഗണിക്കുകയാണോ? വലിയ കൊട്ടിഘോഷിച്ചാണ് സെപ്റ്റംബർ 20-ന് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിനുശേഷം ഈ പരിപാടി നടത്തുമ്പോൾ അനുമതി ഹൈക്കോടതി നൽകിയിരുന്നു. ആ സമയത്ത് തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നു 45 ദിവസത്തിനകം ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് സമർപ്പിക്കണമെന്ന്. പക്ഷേ ഇതുവരെയായിട്ടും ഈ കണക്ക് സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രസാദിന്റെ കാലത്താണ് ഈ പരിപാടി നടക്കുന്നത്. അന്നത്തെ ബോർഡിനും കണക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ പുതിയതായിട്ട് വന്ന ബോർഡിനും ഈ കണക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ദേവസ്വം ബോർഡിനെ വിമർശിച്ചത്. ദേവസ്വം ബോർഡിന്റെ വിശദീകരണത്തിൽ തൃപ്തികരം അല്ല എന്നുള്ള കാര്യമാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കണക്കറിയിക്കാൻ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. 1 മാസത്തെ സാവകാശമാണ് നിലവിൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണ് അടിയന്തര യോഗം വിളിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ തീരുമാനിച്ചത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് ഈ പരിപാടി നടത്തുമ്പോൾ ഈ സ്പോൺസർമാരൊക്കെ ഉണ്ട്. സ്പോൺസർമാരുടെ പണം ഉപയോഗിച്ചാണ് പണം നടത്തുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഈ പറയുന്ന പോലെ ആരും ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി പണം നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ പലർക്കും ഈ പരിപാടി നടത്തിയുമായി ബന്ധപ്പെട്ട് തുക നൽകാനുണ്ട്. ഈ തുക നൽകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ തനത് ഫണ്ടെടുത്ത് ഇത്തരം പരിപാടികൾ നടത്തരുതെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നവർക്ക് എങ്ങനെ ഈ തുക നൽകാൻ കഴിയും എന്നുള്ള കാര്യം അടക്കം ഈ അടിയന്തര യോഗത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. പക്ഷെ ഇന്ന് തന്നെ ആ യോഗം ചേരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും ഈ പറയുന്ന പോലെ ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പണം കൊടുക്കാനുള്ളവരോട് ഒരു സാവകാശം കൂടി തേടാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ വരവ് ചെലവ് കണക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പഠിച്ച് 1 മാസത്തിനകം തന്നെ ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനിക്കുക. സനൂപ്, ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് എന്താണ് വിശദീകരിക്കുന്നത്? കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ തന്നെ കണക്കുകൾ അവതരിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതി ഒരു നിർദ്ദേശം നേരത്തെ നൽകിയതാണ്. പക്ഷേ ഈ സംഗമം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് കണക്കുകൾ സമർപ്പിക്കാൻ സാധിക്കാത്തത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് ഈ പരിപാടിയുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല സ്പോൺസർമാരും തുക നൽകാമെന്നുള്ള കാര്യമൊക്കെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ പരിപാടിയും മറ്റുമൊക്കെ നടത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഏത് രീതിയിൽ ഈ പണമൊക്കെ തിരികെ നൽകാൻ കഴിയുമെന്നുള്ളതടക്കം ഒരു വ്യക്തത ദേവസ്വം ബോർഡിന് മുമ്പിലുള്ള. കാരണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സമയത്താണ് ഇത് നടത്തിയത്. പുതിയ ദേവസ്വം പ്രസിഡന്റ് വന്ന ശേഷം ഇതിന്റെ കണക്കുകളൊന്നും അദ്ദേഹത്തിന്റെ പക്കലുമില്ല. അദ്ദേഹം പഠിച്ചു വരുന്നതേ ഉള്ളൂ കാര്യങ്ങൾ എന്നാണ് നമുക്കായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ അടിയന്തര യോഗം, ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അതിൽ ഇന്ന് തന്നെ ആ മീറ്റിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്.